ചെറിയ ഫൈബർ വള്ളമാണ്. നല്ല ശ്രദ്ധ വേണം. ഒന്നുമറിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാകും. വള്ളം മറിഞ്ഞാൽ കുഞ്ഞമ്മയൊന്ന് ചിലപ്പോൾ നനഞ്ഞേക്കും. പക്ഷേ പുല്ലുപോലെ കരയ്ക്ക് കയറും. 15 വർഷത്തിലധികമായി പുല്ല് ഇങ്ങനെ നനയാതെ കരയ്ക്കെത്തിക്കാനുള്ള കുഞ്ഞമ്മയുടെ കരുതൽ കൊടൂരാറ്റിലെ ഈ നീരിനുമറിയാം. ആറ്റിനക്കരെയും ഇക്കരെയുമുള്ളവർ ബഹുമാനത്തോടെയാണ് 70-ാം വയസ്സിലുമുള്ള കുഞ്ഞമ്മയുടെ കഠിനാധ്വാനത്തെ നോക്കിക്കാണുന്നത്. കാണുന്നവർക്കിത് വെറും പുല്ലാണ്. ഒരു കെട്ട് പുല്ലിന് പക്ഷേ 25 രൂപയുണ്ട്. സ്ഥിരം ആവശ്യക്കാരുള്ളതിനാൽ 400 രൂപയ്ക്കെങ്കിലും പണിയെടുത്തേ കുഞ്ഞമ്മ പാടത്തു നിന്നും കയറുകയുള്ളൂ. 22 വയസ്സപ്പോഴൊക്കെ തുടങ്ങിയതാണ്. പാടത്തെ പണിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പുല്ലിൻ്റെ പണിക്ക് തുടങ്ങിയത്. പുല്ല് എവിടെയൊന്നുമില്ല, അത് ഇവിടുന്നും ചെത്തും, എല്ലായിടത്തു നിന്നും ചെത്തും. ഒരിടത്തു നിന്ന് നമുക്ക് മൊത്തം പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇറക്കിയാൽ മതി, വണ്ടിക്കാർ വന്ന് കൊണ്ടുപോകുള്ളൂ. ഇത് 25 രൂപ കിട്ടും. ഞാൻ 16 കെട്ടി കിട്ടും. 400 രൂപയുടെ പണി. ഞങ്ങൾ 2 പേരും, ഭാര്യയും ഭർത്താവും. പിന്നെ കൊച്ചുമക്കൾ അവിടെ അടുത്താ, അവരും വരും. ഒരു സ്ഥാപനത്തിലെ ജോലി നഷ്ടമായപ്പോൾ പുല്ല് ചെത്താനിറങ്ങിയ കുഞ്ഞമ്മ 2 വള്ളം വാങ്ങി. ഭർത്താവ് വാസപ്പന് സ്വകാര്യ കമ്പനിയിലാണ് ജോലി. 2 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചു. ഈ പ്രായത്തിലും പുല്ല് ചെത്ത് കഴിഞ്ഞാൽ പിന്നെ കർഷകയായി കുഞ്ഞമ്മ പാടത്തേക്കിറങ്ങി. പുല്ലിയത്തും കൃഷിപ്പണി എല്ലാം കൂടിയാ. ഞാനൊരു കൃഷിക്കാരത്തെയും കൂടെയാ. നെൽകൃഷി. ഈ പാടം എല്ലാം കൂടെ കൃഷിപ്പണിയുടെ കാശും എല്ലാം ഒരു ഭാഷ തന്നെയല്ലല്ലോ. നമ്മൾ ചെറുപ്പം മുതൽ അധ്വാനിക്കുമല്ലേ. വല്ലഭന് പുല്ലുമായുധമെന്ന പഴഞ്ചൊല്ല് കാരാപ്പുഴ പാറത്തറ കുഞ്ഞമ്മയെ സംബന്ധിച്ച് വെറും ചൊല്ലല്ല, ജീവിതം കൊണ്ട് തെളിയിച്ച കൊടൂരാറ്റിലെ നീരുപോലെയുള്ള സത്യം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിൽപ്പടിക്കൊപ്പം MM രാഗേഷ്, റിപ്പോർട്ടർ, കോട്ടയം.